ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദിലയും അനീഷും തമ്മിലുള്ള ആ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദിലയും നൂറയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നൂറ് പറയുന്നത് ആദില കേട്ട ആദിലക്ക് കുറച്ച് കാലവും കൂടി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അല്പസമയം മുമ്പ് നമ്മൾ ഇന്നലെ പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് ഇന്ന് രാവിലത്തെ പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ഒരു സംഭവമാണ് ആദിലയും അനീഷും തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഈ ഫൈറ്റ് ലൈവിൽ നമ്മൾ കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആദിലയുടെ ഈഗോ ആണ് ഈ ഒരു ഫൈറ്റിന് കാരണമെന്ന്. മാക്സിമം പ്രൊവോക്ക് ചെയ്യണമല്ലോ, ഇതാണല്ലോ ടാസ്ക്, അല്ലെങ്കിൽ ഇതാണല്ലോ ഗെയിം. ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നു, അത് ചെയ്യാൻ പറ്റില്ല എന്ന് അനീഷ് പറഞ്ഞുകൊണ്ട് പറ്റില്ല എന്ന് ആദിലയും. പിന്നെ ആദിലയുടെ നാവിൽ നിന്നും വളരെ മോശമായിട്ടുള്ള വാക്കുകൾ വരുന്നു, അതിലെ സാധനങ്ങളൊക്കെ അനീഷിനെ വലിച്ചെറിയുന്നു. ഇതൊക്കെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ്, അനീഷ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. സോ അനീഷിന് ബിഗ് ബോസ് കൊടുത്താണ് ഇതൊക്കെ വലിച്ചെറിയാൻ ആദിലക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ അതിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയ നൂറ ആദിലിനെ ഉപദേശിക്കുന്നുണ്ട്. എന്തിനാ ബേബി അങ്ങനെയൊക്കെ ചെയ്യുന്നേ, ബേബി എന്തെങ്കിലും പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ അങ്ങോട്ട് ദേഷ്യം വരുകയാണ്. അപ്പോൾ അതിൽ പറയണം, ഞാൻ എന്ത് പറഞ്ഞാൽ പറയണേ, ഞാൻ മോശം വാക്ക് പറഞ്ഞു, ഞാൻ തെറി പറഞ്ഞോ ഇല്ലല്ലോ എന്ന്. പക്ഷെ മോശം വാക്കുകളോട് പറഞ്ഞു, പക്ഷെ നൂറക്ക് പേടി പറയാൻ. അതിലിങ്ങനെ തിളച്ച് വരികയാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ കാണുമ്പോൾ അതിൽ തന്നെ ഒരുപാട് നൂറ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയായിട്ടാണ് ലൈവിൽ നമ്മൾ കണ്ടത്. റിയലായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ലൈവിൽ അത്തരത്തിലാണ്. അതിൽ വീട്ടിൽ നിൽക്കണമെന്ന് നൂറ് ആഗ്രഹിക്കുന്നുണ്ടാവും, മോശം വാക്കുകൾ പറയരുത്, തൻ്റെ പാർട്ട്ണർ നല്ല രീതിയിൽ കളിക്കണം എന്ന് നൂറക്ക് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം നൂറ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നൂറ പറയുന്നത് ബേബി അങ്ങനെ പറയരുത് കേട്ടോ എന്ന്. അപ്പോൾ അതിൽ പറയാണ്, ബേബി പറയണ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എപ്പോഴും 24 മണിക്കൂറും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ, ഞാൻ ആ നാവ് കൺട്രോൾ ചെയ്തേക്കാണ്. കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ, അപ്പോൾ കൺട്രോൾ ചെയ്യാണ്ട് എന്തൊക്കെ പറയും? നൂറ് പറയുന്നുണ്ട് കം ഡൗൺ ബേബി കം ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂളാക്കാനൊക്കെ നൂറ് അവിടെ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലെവിടെ ഇരിക്കണേ, കൺഫെഷൻ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സോഫയല്ലേ അവിടെ ഇരുന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് അനീഷ് ഇരിക്കുന്നുണ്ട്. അനീഷിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ടാണ് പറയണേ, അയാളെ കണ്ടില്ലെന്ന്. എന്തോ അതിലൊക്കെ ഭയങ്കര ദേഷ്യമാണ് അനീഷിൻ്റെ അടുത്ത്. ഇതൊരു പേഴ്സണൽ വൈരാഗ്യം. എനിക്ക് തോന്നുന്നത് ഇത് പുറത്തുനിന്നേ ഉള്ള ഒരു വൈരാഗ്യം, ഒരു ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാന്ന് തോന്നുന്നില്ല, പുറത്തുനിന്നേ ഉള്ള ഒരു വൈരാഗ്യം, മുൻ വൈരാഗ്യം ഉള്ള പോലെയൊക്കെയാണ് അനീഷിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അനീഷ് ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റ്സിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിലിനെ കാണുന്നത്. ആ സമയത്ത് നൂറ പറയുന്നുണ്ട്, ഇവർ ഒരു ടീമിലാവാണ്ടിരുന്നാൽ മതിയായിരുന്നു അടുത്ത തവണയെങ്കിലും. അപ്പോൾ അതിൽ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ, ഞങ്ങളൊരു ടീമിലായ എന്താ പ്രശ്നം? അതിലൊക്കെ അതാണ് വേണ്ടത്, ഒരു ടീമിലാവണം, അനീഷിൻ്റെ ടീമിലാവണം, അനീഷിനെ പ്രൊവോക്ക് ചെയ്യണം, അനീഷിൻ്റെ പ്രൊവോക്ക് ചെയ്ത് കുറച്ച് കാലം കൂടി തൻ്റെ സ്ഥാനം അവിടെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ചു നിർത്തണം. ഇതാണ് അതിലയുടെ ഗെയിം. ഒരു പരിധി വരെ നൂറക്കും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നൂറ പറയുന്നത്, നീ കളിച്ചോ, നീ പ്രശ്നം ഉണ്ടാക്കിക്കോ, വഴക്കുണ്ടാക്കിക്കോ, പക്ഷേ പ്രവർത്തിക്കരുത്. ഇപ്പോൾ വലിച്ചെറിയുക, അയാളുടെ ഡ്രസ്സ് വലിച്ചെറിയുക, അതൊക്കെ അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് നൂറ അതിലിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, എന്നെ ഒന്നും ഉപദേശിക്കേണ്ട, കുറച്ചൊന്നും മാറി നിൽക്കോ ബേബി, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. നല്ലതൊന്നും കേൾക്കാനായിട്ട് അതിലൊക്കെ താല്പര്യമില്ല. അവിടെ നൂറയെ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ അതിലെ കുറച്ച് കാലം കൂടി വീട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം നൂറ പറയുന്നത് കേട്ട് നിന്നാൽ അതിലൊക്കെ കുറച്ച് നാളും കൂടി വീട്ടിൽ നിൽക്കാം. പറയാം, നാവുകൊണ്ട് എന്തും പറയാം, പക്ഷേ ഇങ്ങനെ മോശം വാക്കുകൾ, ചീത്ത വാക്കുകൾ, ഇത് തെറി തന്നെ ചീത്ത വാക്കാവണമെന്നില്ല. തെറി പറയുന്നത് മാത്രമല്ല ഒരു ചീത്ത വാക്ക് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾ കാണുന്ന ഒരു ഷോയാണ്, വലിയ മുതിർന്ന അമ്മമാർ വരെ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ അവിടെയൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്നല്ല, എല്ലാ കണ്ടസ്റ്റൻസിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിൽ വളരെ മോശമായിട്ടാണ് ഇന്നത്തെ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈറ്റ് കഴിഞ്ഞിട്ടും വീണ്ടും അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അതിൽ കളിക്കാനായിട്ട് ശ്രമിക്കട്ടെ. നൂറ പറയുന്നത് കേട്ട് നിന്ന് അതിലൊക്കെ ലാലേട്ടൻ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോ. എന്തായാലും അതിനുള്ള പ്രിപ്പറേഷനിൽ അതിൽ തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ അത് ചോദിക്കുന്നുള്ളൊരു പ്രാക്ടീസും കാര്യങ്ങളും ലൈവിൽ നടക്കുന്നുണ്ട്. അതിലെ നൂറയും കൂടി എന്താകും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.